നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ക്വാളിറ്റി സ്ലീപ്പ് കൊടുക്കാൻ പറ്റും. നമ്മളെ എക്സ്പേർട്ടുകളൊക്കെ പറയുന്നത് 7 മണിക്കൂറും 8 മണിക്കൂറൊക്കെയാണ്. അതൊന്നും നമുക്ക് പോസിബിൾ അല്ലെങ്കിലും ഒരു 5 മണിക്കൂറും 6 മണിക്കൂറൊക്കെ നിങ്ങളൊരു ക്വാളിറ്റി സ്ലീപ്പ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആരോഗ്യം, ഫിസിക്കൽ ഹെൽത്ത് അത് എൻഷുർ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് എക്സസൈസ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള എക്സസൈസ് എല്ലാ ദിവസവും എഴുന്നേറ്റ് ജിമ്മിലോട്ട് ഓടിച്ചെല്ലണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. രാവിലെ എഴുന്നേറ്റ് നമുക്ക് നടക്കാൻ പോകാം. രാവിലെ എഴുന്നേറ്റ് പതുക്കെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കുന്നതല്ല, നല്ല രീതിയിൽ നടക്കുന്നതിൻ്റേതായ രീതിയിൽ നമ്മൾ നടക്കണം. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്. ഇപ്പോൾ എനിക്ക് 2 കുട്ടികളൊക്കെ ആയ സമയത്ത്, അവർ ചെറുതുങ്ങളായ സമയത്ത് എനിക്കങ്ങനെ ജിമ്മിൽ പോകാനോ അല്ലെങ്കിൽ നടക്കാൻ പോകാനോ ഒന്നും പറ്റൂല. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെയ്തിരുന്നത്, കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കുക്കറൊക്കെ വിസിലടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മളിങ്ങനെ സ്ട്രെച്ചിങ് ആയിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, നെക്ക്, വിരലുകളാണെങ്കിൽ ഇങ്ങനെ നമ്മളുടെ എല്ലാ ജോയിൻസിനെയും നമ്മളൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. എല്ലാ മസിൽസ് ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ കാണിക്കുന്ന രീതിയിൽ കൈയും കാലും നമ്മൾ വെറുതെ കിച്ചണിൽ നമ്മൾ കുക്ക് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് എല്ലാ ജോയിൻസിനെയും ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കുക. അങ്ങനത്തെ ഒരു സാധനമാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ് ഹെൽത്തി ഫുഡ്. പക്ഷേ നമ്മൾ എൻഷുർ ചെയ്യുക നമ്മൾ ഹെൽത്തി ഫുഡാണ്, ഇതിനു വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പം ഞങ്ങൾ ഹെൽത്തി ഫുഡിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, ഞങ്ങളുടെ വീട്ടിലോട്ട് നമ്മൾ ഹെൽത്തി അല്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കും. സോ നമ്മളുടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലാണെന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യുക. അങ്ങനത്തെ പിന്നെ നമ്മളുടെ ബോഡിക്ക് റെസ്റ്റ് വേണമെന്ന് തോന്നുമ്പോൾ നമ്മൾ റെസ്റ്റ് കൊടുക്കുക, അതിനെ റെസ്പെക്റ്റ് ചെയ്യുക, നമ്മുടെ ശരീരത്തിനെ നമ്മൾ കെയർ ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുക, ഓണർ ചെയ്യുക. ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഹെൽത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഹെൽത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെല്ലാം കാര്യം, ഉറങ്ങുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എക്സസൈസ് ഒരു 20 മിനിറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ഹെൽത്തി ഫുഡ് അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുക, അതും നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. എല്ലാവരും അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു ബുക്കും ഒരു പേപ്പറും പേനയൊക്കെ വെച്ചിട്ട് വേണം ഇത് കേൾക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ജസ്റ്റ് ആ പേപ്പറിൽ നിങ്ങൾ നോട്ട് ചെയ്യുക. നിങ്ങൾ ഉറങ്ങുന്ന സമയമാണെങ്കിലും ഫുഡ് കഴിക്കുന്നതാണെങ്കിലും എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നു, നമുക്ക് ഏതൊക്കെ സമയത്ത് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക.